നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നെല്ലു സംഭരണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി ജി.ആർ. അനിൽ. കർഷകരെ മുൾമുനയിൽ നിർത്തി ദ്രോഹിക്കുന്ന നയമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നതെന്നും മന്ത്രി. നാഷണലൈസ്ഡ് ബാങ്കുകൾ മുഖേന കർഷകർക്ക് സംഭരണ വില നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഏജൻസികൾ കർഷകദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും ജി.ആർ. അനിൽ. കുളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിൽ പെട്രോൾ കുപ്പിയുമായി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. വൈസ് പ്രിൻസിപ്പലുടെ മുറിയിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്തെന്ന പേരിൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിക്കാതെ ഭാവി നശിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമമെന്ന് പരാതി. വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും ചേർന്ന്. സസ്പെൻഷൻ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് മാനേജ്മെന്റ് കേൾക്കാൻ തയ്യാറാകണമെന്ന് പോലീസിന്റെ നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം വൻ ആഘോഷമാക്കി UDF. പാലക്കാട്ടും തൃശൂരും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കും ഏറ്റ തിരിച്ചടിയെന്ന് UDF നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കും വെറുക്കപ്പെട്ട സർക്കാരിനുമുള്ള ജനങ്ങളുടെ താക്കീതെന്നും UDF. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസ രീതിയിലും തൊഴിലിന്റെ സ്വഭാവത്തിലും വന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കുട്ടികൾക്ക് കഴിയണം. മുണ്ടൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന സമ്മേളനവും ആയുർവേദ ഡിസ്പെൻസറി ശതാബ്ദി ആഘോഷ സമാപനം. കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്വീകരണമൊരുക്കിയത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ യാത്രാ ദുഷ്കരം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയെന്ന് പരാതി. ട്രെയിനിൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. ഷൊർണൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി കുളപ്പുള്ളി സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ആലിൻചുവട് പഴംകളത്തിങ്കൽ മുഹമ്മദ് മുസ്തഫ. വടനംകുറിശ്ശിയിൽ 2018 നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി സ്വദേശിയായ പിടികിട്ടാപ്പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ആവേശമായി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം. പാലക്കാട്ട് ദീപശിഖ റാലിയിൽ അണിനിരന്നത് കായിക താരങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നെല്ലു സംഭരണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ. കർഷകരെ മുൾമുനയിൽ നിർത്തി ദ്രോഹിക്കുന്ന സമീപനമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. രണ്ടാമത്തെ വിളയുമായി ബന്ധപ്പെട്ട് 57,348 കർഷകരിൽ നിന്നായി 1,43,954 മെട്രിക് ടൺ നെല്ല് 407 കോടി രൂപയുടെ നെല്ല് സംഭരിച്ചതിൽ 118 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 2 സീസണിലുമായി നമുക്ക് 91,204 കർഷകരിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കും എന്ന് പറഞ്ഞത്. കാരണം ഇന്ന് 2 ദിവസത്തോളം 91,204 കർഷകരിൽ നിന്നായി 2,16,558 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ടോട്ടൽ 615 കോടി രൂപയുടെ നെല്ല്. പാലക്കാട്ട് കർഷകരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുൻ സീസണിൽ 1,43,954 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചെടുത്ത് കഴിഞ്ഞ സീസണിൽ 91,204 കർഷകരിൽ നിന്നായി 2,16,558 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചതായി മന്ത്രി പറഞ്ഞു. നെല്ല് സംഭരിക്കുന്നില്ലെന്ന വാദത്തിൻ്റെ മുനയൊടിക്കുന്നതാണ് ഗുണമേന്മ കുറവായ നെല്ലും സംഭരിച്ച് കർഷകരെ സഹായിക്കുന്ന നയം. നെല്ല് സംഭരണ കണക്കുകൾ ആർക്കും പരിശോധിക്കാവുന്നതാണ്. PRS മുഖേന തുക നൽകുന്നതിന് തടസ്സമാകുന്നത് ബാങ്കുകളുടെ അമിതമായ പലിശ ഈടാക്കലാണ്. 7.5% പലിശ നിശ്ചയിച്ചെങ്കിലും പിന്നീട് ബാങ്കുകൾ 8.9%, 9.5% പലിശ ഉയർത്തി. ഇത് കർഷകർക്ക് തിരിച്ചടിയായെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. പലിശ നിരക്ക് കുറവുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾ മുഖേന കർഷകർക്ക് സംഭരണ വില നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ സർക്കാർ സംഭരണത്തെ സഹായിക്കുന്നതിന് പകരം കർഷകദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നത്. പല കോണുകളിൽ നിന്നും പല വാഗ്ദാനങ്ങളുമുണ്ട്. ഇതെല്ലാം വഞ്ചനയാണെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെട്രോൾ കുപ്പിയുമായി വൈസ് പ്രിൻസിപ്പാളുടെ മുറിയിലെത്തി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. കുളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിലാണ് പ്രതിഷേധം. അതിന് എന്നെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട്
ഞാൻ ആ കുട്ടീനെ ഒന്നും ചെയ്യുന്നില്ല. കുളപ്പുള്ളി അല്ലമീൻ ലോ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി ഹാജിറയാണ് വൈസ് പ്രിൻസിപ്പാളിന്റെ മുറിയിലെത്തി പെട്രോൾ കുപ്പിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2 മണിക്കൂറിലേറെ നേരം വിദ്യാർത്ഥിനി ഭീഷണി മുഴക്കി. പോലീസും ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഒടുവിൽ ഡിവൈഎസ്പി എത്തിയാണ് വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത്. ജൂൺ 2 മുതൽ ലോ കോളേജിലെ ഹോസ്റ്റൽ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട സമരം ചെയ്ത വിദ്യാർത്ഥികളിൽ 4 പേരെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. സസ്പെൻഷനിലുള്ള 4 വിദ്യാർത്ഥികളെയും തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. ഇതിനിടെയാണ് സസ്പെൻഷനിലായ വിദ്യാർത്ഥികളിൽ ഒരാൾ പെട്രോൾ കുപ്പിയുടെ അടപ്പ് തുറന്ന് ഓഫീസിൽ ഒഴിച്ചത്. സമരം ചെയ്തതിൽ നിരവധി പേരുണ്ടായിരുന്നു. 4 പേരെ മാത്രം സസ്പെൻഡ് ചെയ്തത് എന്തു കാരണത്താലാണ് എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. വിഷയത്തിൽ ഹിയറിംഗിനായി വിളിച്ചു വരുത്തിയ വിദ്യാർത്ഥികളെ വൈസ് പ്രിൻസിപ്പാൾ ഭീഷണിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം പരാതി ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. രാവിലെ മുതൽ മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് തിരശ്ശീല വീണത് പോലീസ് ഇടപെട്ടതോടെയാണ്. നാളെ വിഷയത്തിൽ അന്തിമ ചർച്ച നടക്കുമെന്ന് ഉറപ്പു ലഭിച്ചിട്ടുണ്ടെന്നും ഭാവി നശിപ്പിക്കാനുള്ള മാനേജ്മെൻറ്റിൻ്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥിനി പറഞ്ഞു. നമ്മളൊരു കാര്യം പറയുമ്പോൾ അവർ അതിനെ കേൾക്കാനോ ഒന്നും റെഡിയല്ല. എന്ത് പറഞ്ഞാലും സസ്പെൻഷനിലേക്ക് പോവുക, അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു വഴിയില്ല. നമ്മളെ കേൾക്കാനായിട്ട് ആരും റെഡിയല്ല എന്നൊരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനൊരു വഴി ചൂസ് ചെയ്തത്. ലൈഫ് എൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ കഷ്ടത്തിലൂടെ പോകുന്ന സമയത്താണല്ലോ. അപ്പോൾ ഇവരാരും നമ്മളിപ്പോൾ ഒരു കാര്യം പറയാൻ പോയാൽ ഇവരെല്ലാം പറയും ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ, നിങ്ങൾ സസ്പെൻഡ് ആയ പിള്ളേരാണ്. സസ്പെൻഷനൊരു കാരണം പറഞ്ഞാൽ കാരണം പറയത്തില്ല. ഇവർ പറയും ഇവരെ വീഡിയോ ഉണ്ട്, ഓഡിയോ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രൈമിന് ഇങ്ങനൊരു വഴി ചൂസ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക്. പിന്നെ അതുമല്ല പോലീസ് ഓഫീസേഴ്സൊക്കെ വന്ന് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസ നിലയിൽ അവരൊരു മീഡിയേഷൻ നടത്തിയിട്ടുണ്ട്. നാളെ ബാക്കി അറിയാം എന്താണെന്ന അവസ്ഥയെന്ന്. കാരണം വേറെ വഴിയില്ല. എൻറോൾമെന്റ് ഞങ്ങൾക്ക് തുടങ്ങാൻ ഇനി കുറച്ച് 4 മാസം കൂടെ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കൂടെയാണ് ഞങ്ങളുടെ ഭാവി നശിപ്പിക്കാനാണ് ഇവർ തീരുമാനം. അപ്പൊ അതുകൊണ്ട് വേറെ വഴിയില്ല. സമരത്തിന് കാരണം മാനേജ്മെന്റ് ഹോസ്റ്റൽ ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ചോദ്യം ചെയ്തതിന് 100ഓളം കുട്ടികളുള്ളതിൽ മനഃപൂർവ്വം 4 പേരെ മാത്രം കൊടുക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ ഇതിലേക്ക് ഞങ്ങളെ നയിച്ചത്. ഞങ്ങൾ എല്ലാവരും പീസ്ഫുൾ ആയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിലെവിടേക്കോ വേറെ ആരൊക്കെയോ ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞില്ല. പക്ഷെ കേസ് വന്നപ്പോൾ ഞങ്ങൾ 4 പേരുമായി, പിന്നെ 15 അൺഐഡന്റിഫൈഡ് പേഴ്സൺസ് ആയി. അത് ഇതുവരെ ഐഡന്റിറ്റി അവരെ റിവീൽ പോലും ചെയ്തിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് പറയാനുള്ള വാദം പൂർണ്ണമായും കോളേജ് അധികൃതർ കേൾക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഉറപ്പ് ലഭിച്ചതോടെയാണ് ഇന്നത്തെ സമരം അവസാനിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിലമ്പൂർ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത UDF ജില്ലാ കൺവീനർ പി ബാലഗോപാൽ പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 11,000-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനും നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്കും അഭിവാദ്യമർപ്പിച്ചാണ് പാലക്കാട് നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. നഗരത്തിൽ പ്രവർത്തകർ മധുരവും വിതരണം ചെയ്തു. പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് നേതൃത്വം നൽകി. ഇവിടെ ജനാധിപത്യം ജയിച്ചിരിക്കുന്നു, അഹങ്കാരവും ധാർഷ്ട്യവും പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു പാഠം. ഇന്നു മുതൽ പിണറായി വിജയൻ രാജിവെക്കുമെന്ന് പ്രതീക്ഷയില്ല. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന പിണറായി വിജയൻ വെറും ഒരു കാവൽ മന്ത്രിസഭയുടെ തലവൻ മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കാൻ ഇനി അധികാരമില്ല. അദ്ദേഹം ഒരു കാവൽ മന്ത്രിസഭ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഒരു കാവൽ മന്ത്രിസഭ എങ്ങനെ പ്രവർത്തിക്കുമോ അതുപോലെ പ്രവർത്തിക്കാൻ മാത്രമേ അവകാശമുള്ളൂ. അതനുസരിച്ച് അദ്ദേഹം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കുമേറ്റ തിരിച്ചടിയാണ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ആധികാരിക വിജയമെന്ന് സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത UDF ജില്ലാ കൺവീനർ പി ബാലഗോപാൽ പറഞ്ഞു. CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി PV രാജേഷ്, DCC സെക്രട്ടറി V രാമചന്ദ്രൻ, KPCC അംഗം പ്രകാശ്,
UDF നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ കെ ഭവദാസ്, വി മോഹനൻ, ഹരിദാസ് മച്ചിങ്ങൽ, ബോബൻ മാട്ടുമന്ത, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ, SM താഹ, അനിൽ ബാലൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ, ഭാരവാഹികളായ M പ്രശോഭ്, വി ആറുമുഖൻ, അബു പാലക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ DCCക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സ്വരാജ് റൗണ്ട് ചുറ്റിയ ആഹ്ലാദ പ്രകടനം കോർപ്പറേഷന് മുന്നിൽ സമാപിച്ചു. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അനുമോദന സമ്മേളനവും ആയുർവേദ ആശുപത്രി, ആയുഷ്മാൻ ഭാരത്, ആരോഗ്യ മന്ദിർ എന്നിവയുടെ ശതാബ്ദി ആഘോഷ സമാപനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഴയകാലത്തെ അപേക്ഷിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലും സമ്പ്രദായത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും തൊഴിലിൻ്റെ സ്വഭാവവും സാധ്യതകളും മാറിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളുടെ ചരിത്രം ഓർമ്മപ്പെടുത്തിയ മന്ത്രി, ഭാവിയിൽ വിജയം കൈവരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസുകൾ നൽകേണ്ടതിൻ്റെ അനിവാര്യത അധികൃതരെ ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ SSLC, +2 ജേതാക്കളെയും ആശാവർക്കർമാരെയും മറ്റാരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത അധ്യക്ഷയായിരുന്നു. ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടർ റീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെരീഫ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR സുഷമ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VC ശിവദാസ്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ OB പ്രിയ, മുണ്ടൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബേബി ഗണേഷ്, ഷീബ കണ്ണൻ, S നാരായണൻകുട്ടി, ബ്ലോക്ക് മെമ്പർ നസീമ അൻവർ, പഞ്ചായത്ത് സെക്രട്ടറി CV സുനിത തുടങ്ങിയവർ സംസാരിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ മെഗാ ഷോയും വേദിയിൽ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകി. BJP നേതൃത്വത്തിലാണ് ട്രെയിനിന് സ്വീകരണം നൽകിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ട്രെയിൻ അനുവദിച്ചതെന്ന് BJP നേതാക്കൾ പറഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകിയത്. ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, മേഖലാ സെക്രട്ടറി T ശങ്കരൻകുട്ടി, ജില്ലാ ട്രഷറർ M സുരേഷ് ബാബു, രാജേഷ് വെള്ളോത്ത്, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് C സുമേഷ്, A സ്വരൂപ്, KP കൃഷ്ണകുമാർ, അനിത രമേഷ്, സജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. അനുവദിച്ചിട്ടുള്ളത് ശരിക്കും ഇട സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇവിടെ നിന്ന് ഒറ്റപ്പാലത്തു നിന്നൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഷൊർണൂരിൽ നിന്ന് പട്ടാമ്പിയിൽ നിന്നൊക്കെ ബസ്സുകൾ മാറിക്കേറിയിട്ട് പോകേണ്ട സ്ഥിതിവിശേഷമാണ് ട്രെയിന് സമയത്ത് കിട്ടാറ്. അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ആവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമായുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി നരേന്ദ്രമോദി സർക്കാരിനും പ്രത്യേകിച്ച് റെയിൽവേ മിനിസ്റ്റർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുക. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ അമൃത് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്ര കണ്ട് വികസിതമാക്കുന്നു ഈ ഗവൺമെൻറ് നമുക്കറിയാം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് എറണാകുളം മെമു ട്രെയിൻ യാത്ര ദുഷ്കരം. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്നാണ് യാത്ര ചെയ്യുന്നത്. ട്രെയിനിൽ കമ്പാർട്ട്മെൻറ്റുകൾ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആളുകൾ ഇപ്പോഴും ട്രെയിൻ യാത്ര ചെയ്യുന്നത് മണിക്കൂറുകളോളം നിന്നാണ്. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് രാവിലെ 8:20 പോകുന്ന മെമു ട്രെയിനിൽ സ്ത്രീകളടക്കം നിരവധി ആളുകളാണ് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കയറുന്നത്. എന്നാൽ ഈ യാത്രക്കാരെല്ലാം മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ്. തിരിച്ചും സമാന രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. 8 കോച്ചുകളുള്ള ഈ ട്രെയിൻ 12 കോച്ച് അല്ലെങ്കിൽ 16 കോച്ച് ആക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയാണ് നിലവിൽ യാത്രക്കാരുടെ യാത്ര. യാത്ര ചെയ്യാൻ തുച്ഛമായ പൈസ വരുന്നതുകൊണ്ടാണ് ആളുകൾ ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നത്.
എന്നാൽ ഉള്ളിൽ കയറിയാൽ ശ്വാസം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. സമാന രീതിയിൽ തന്നെയാണ് സ്ത്രീകളുടെയും അവസ്ഥ. സ്ത്രീകൾക്കായി ഒരു കോച്ച് ഉണ്ടെങ്കിലും അതിലും നിന്ന് വേണം യാത്ര ചെയ്യാൻ. പ്ലാറ്റ്ഫോം 2ലോ 3ലോ 4ലോ ട്രെയിൻ നിർത്തിയാൽ സ്റ്റേഷനിൽ മേൽപ്പാലം ഇല്ലാത്തതിനാൽ പല ആളുകളും റെയിൽ ക്രോസ് ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. അടിയന്തരമായി ട്രെയിനിന്റെ കോച്ചുകൾ കൂട്ടണമെന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യണമെന്നും പ്ലാറ്റ്ഫോമുകളിൽ 24 കോച്ചുകൾ നിർത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്യണമെന്നും വടത്തോൾ നഗർ റെയിൽവേ വികസന സമിതി സെക്രട്ടറി കെ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഭയങ്കര തിരക്കാണ്, ഓവർ ക്രൗഡഡ് ആണ്. 8 കോച്ചുള്ള മെമു ട്രെയിനിന് പകരം 12-16 കോച്ചുള്ള മെമു ട്രെയിൻ ആക്കിയാൽ മാത്രമേ ഈ ക്രൗഡ് കുറയ്ക്കാൻ കഴിയുള്ളൂ. അതിന് അടിയന്തര പരിഹാരം റെയിൽവേ കാണണമെന്ന് ഞങ്ങൾ യാത്രക്കാരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാനിതിലെ സ്ഥിരം ഇതിൽ പോകുന്ന ഒരു യാത്രക്കാരനും കൂടിയാണ്. ശ്വാസം മുട്ടിയിട്ടാണ് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നതെന്നുള്ളതുകൊണ്ട് വൻ അപകടത്തിനുള്ള സാധ്യത പോലും നിലനിൽക്കുന്നു. ഒരു ചെറിയ ജെർക്കിംഗ് ഉണ്ടായാൽ പോലും ഒരു വണ്ടിയിൽ നിന്ന് ആൾ താഴെ വീഴാനും ഈ ഡോർ പെർമനൻ്റായിട്ട് ഓപ്പണായി കിടക്കുന്ന ഒരു സിസ്റ്റം ആയതിനാൽ കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് പരിഗണിച്ചുകൊണ്ട് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് 16-12 കോച്ചുള്ള മെമു ട്രെയിനാക്കി മാറ്റണമെന്ന് ആണ് ആവശ്യപ്പെടുന്നത്. 166-09 പാസഞ്ചർ ട്രെയിൻ വള്ളത്തോൾ നമ്പറിലെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. കുളപ്പള്ളി ആലിൻചുവട് പഴംകുളത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൊർണൂർ SMB ജംഗ്ഷന് സമീപത്ത് നിന്ന് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ എത്തിയ വാഹനം പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൻ്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന കഞ്ചാവ് കണ്ടെത്തിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതി മുമ്പും 2 തവണ കഞ്ചാവ് കേസിൽ പ്രതി ചേർക്കപ്പെട്ടയാളാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ ഷൊർണൂരിൽ 2014 മണൽ, കഞ്ചാവ് എന്നിവ കടത്തിയതിനും വടക്കാഞ്ചേരി പട്ടാമ്പി എക്സൈസ് സർക്കിൾ പരിധിയിൽ കഞ്ചാവ് കടത്തിയതിനും കേസുകളുണ്ട്. മുൻവർഷങ്ങളിൽ കാപ്പ നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് പ്രതി ജാമ്യത്തിലിറങ്ങുകയുമായിരുന്നു. നിലവിൽ ചെറുതുരുത്തിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ് പ്രതി. ഇൻസ്പെക്ടർ വി രവികുമാർ, ഡാൻസ് ഓഫ് SI S ശ്രീലാൽ, ASIമാരായ സുഭദ്ര, കെ അനിൽകുമാർ, രാജീവ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജേഷ്, സിവിൽ പോലീസ് ഓഫീസർ റിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശീയ പതാകയെ അപമാനിച്ചെന്ന പരാതിയിൽ BJP നേതാവ് N ശിവരാജനെതിരെ പോലീസ് കേസെടുത്തു. DYFIയും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. CPM ഭാരതാംബയെയും ഗവർണറെയും അപമാനിക്കുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ഭാരതാംബയുടെ ചിത്രത്തിൽ BJP പുഷ്പാർച്ചന നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ശിവരാജൻ വിവാദ പ്രസ്താവന നടത്തിയത്. ദേശീയ പതാകയ്ക്ക് പകരം കാവിക്കൊടിയാക്കണമെന്നായിരുന്നു ശിവരാജൻ്റെ പ്രസ്താവന. RSSൻ്റെ നയമാണ് പ്രധാനമന്ത്രി നടപ്പാക്കുന്നതെന്നും ഗവർണറെ നിയമിച്ചത് RSS നയം നടപ്പാക്കാൻ തന്നെയാണെന്നും തന്നെ കൗൺസിലറാക്കിയതും RSS നയം നടപ്പിലാക്കാനാണെന്നും ശിവരാജൻ പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചിരുന്നു. ഈ വിവാദ പ്രസ്താവനകൾക്കെതിരെയാണ് കോൺഗ്രസും DYFIയും കേസ് നൽകിയത്. ഭരണഘടനയ്ക്ക് തുല്യമായ സ്ഥാനമാണ് ദേശീയ പതാകയ്ക്കെന്നും ദേശീയ പതാകയെ അപമാനിച്ചതുവഴി ശിവരാജൻ രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്നുമാണ് പരാതി. വിവാദ പ്രസ്താവനയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടനംകുറിശ്ശിയിലെ വീട്ടിൽ 2018 മോഷണം നടത്തിയ കേസിൽ കരുനാഗപ്പള്ളി സ്വദേശിയായ പിടികിട്ട പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് തട്ടാശ്ശേരി വീട്ടിൽ 36 വയസ്സുള്ള സുനിൽ കുമാറിനെയാണ് മാവേലിക്കരയിൽ വെച്ച് പോലീസ് പിടികൂടിയത്. വടനംകുറിശ്ശി ചോറോട്ടൂർ കാവ് പരിസരത്തുള്ള വീട്ടിൽ നിന്ന് ഉരുളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് കോടതി പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറുതുരുത്തി ഗവൺമെൻറ് LP സ്കൂളിൽ ചേച്ചു എത്തി. വിദ്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച ശുചിത്വ ആരോഗ്യ ക്ലബ്ബാണ് ചേച്ചു. ചേച്ചു എന്ന മുയലാണ് ക്ലബിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. കുട്ടികളിൽ ശുചിത്വ ആരോഗ്യശീലങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ശുചിത്വ ആരോഗ്യ ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് വിദ്യാലയത്തിൽ നടന്നത്. ചെറുതുരുത്തി സ്കൂൾ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ യൂണിയൻ എന്ന പേരിൽ തുടങ്ങിയ ക്ലബിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ചേച്ചു എന്ന മുയലാണ്. കുട്ടികൾക്ക് കൗതുകകരമായ രീതിയിൽ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. ക്ലബിൻ്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് EK അലി നിർവഹിച്ചു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ ക്ലബിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നു.
അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ പേര് ചേച്ചു എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഹെൽത്ത് ക്ലബിൻ്റെ കൺവീനറായിട്ടുള്ള ശാലിനി ടീച്ചർ പറയും. അപ്പോൾ ഇത്തരം ഒരു ഉദ്യമം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയുള്ള എന്താണ് പറയുക, ശുചിത്വത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ചുക്കാൻ പിടിക്കേണ്ടത് പുതിയ തലമുറയിലെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ശുചിത്വത്തിൻ്റെ അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം ലക്ഷ്യം. ഇത്തരമൊരു രൂപങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾ വേഗം എന്ത് ചെയ്യും, അതിൽ ആകൃഷ്ടരാവുകയും അവരുടെ പ്രവർത്തനങ്ങളിലൊപ്പം കൂടുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ക്ലബിന്റെ പേര് പ്രധാനാധ്യാപകൻ PK മോഹനൻ പ്രകാശനം ചെയ്തു. ചേച്ചു എന്ന പേരിലുള്ള ലോഗോ അറബിക് അധ്യാപകൻ AA അബ്ദുൽ ഗഫൂർ പ്രകാശനം ചെയ്തു. യോഗത്തിൽ ക്ലബ്ബ് കൺവീനർ KM ശാലിനി ടീച്ചർ സ്വാഗതവും ജോയിന്റ് കൺവീനർ P ടിൻറ്റുമോൾ നന്ദിയും പറഞ്ഞു. BRC ട്രെയിനർ ചാന്ദിനി, സ്റ്റാഫ് സെക്രട്ടറി TA കവിത, മുൻ PTA പ്രസിഡന്റ് സുബിൻ ചെറുതുരുത്തി, ജോയിന്റ് കൺവീനർ MS സൂര്യ, SRG കൺവീനർ NA രജനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് ദീപശിഖ റാലി നടന്നു. VK ശ്രീകണ്ഠൻ MP ഫ്ളാഗ് ഓഫ് ചെയ്തു. രാവിലെ 7-ന് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നാണ് റാലി ആരംഭിച്ചത്. കോട്ടമൈതാനത്ത് സമാപിച്ചു. കോട്ടമൈതാനത്ത് നടന്ന സമാപന പരിപാടി മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പ്യൻ ടിൻഡു ലൂക്ക, പ്രീജ ശ്രീധരൻ എന്നിവരാണ് ദീപശിഖ പ്രയാണത്തിന് നേതൃത്വം നൽകിയത്. NCC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, SPC വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങി ആയിരക്കണക്കിന് പേർ റാലിയിൽ അണിനിരന്നു. K രാധാകൃഷ്ണൻ MP, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. MLAയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് K പ്രേംകുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, ജില്ലാ കളക്ടർ G പ്രിയങ്ക, പോലീസ് സൂപ്രണ്ട് അജിത് കുമാർ, ADM K സുനിൽകുമാർ, കേരള ഒളിമ്പിക് അസോസിയേഷൻ ട്രഷറർ MR രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലേക്കാട് പുതിയ സ്റ്റോപ്പിൽ അപകട ഭീഷണിയായ മരങ്ങളും ശാഖകളും വെട്ടിമാറ്റി. ഇതോടെ യാത്രക്കാർ ഏറെ ആശ്വാസത്തിലാണ്. പിരായിരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കല്ലേക്കാട് പുതിയ സ്റ്റോപ്പിലാണ് യാത്രക്കാർക്ക് ഭീഷണിയായി വിവിധ മരങ്ങൾ നിന്നിരുന്നത്. ഇവയുടെ ശാഖകളാണ് വെട്ടിമാറ്റിയത്. 1-ാം വാർഡംഗം സിത്താര ശശിയുടെ നീണ്ട നാളത്തെ പരാതികൾക്കൊടുവിലാണ് പുതിയ സ്റ്റോപ്പിൽ സംസ്ഥാന പാതയിലെ അപകടാവസ്ഥയിലുള്ള വൻമരം മുറിച്ചുമാറ്റാൻ നടപടിയായത്. മരം കടപുഴകി വീണും കൊമ്പുകൾ മുറിഞ്ഞു വീണും ഈ ഭാഗത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം TRK സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മുൻ പ്രിൻസിപ്പൽ രാജീവ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതിലുമേറെ സന്തോഷത്തോടെ ഈ വർഷത്തെ വിദ്യാരംഗ സാഹിത്യവേദി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒന്നിരിക്കുന്ന കുട്ടികൾ ഏറ്റവും ചെറിയ കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. വിദ്യാരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, ചെയ്യേണ്ടതുണ്ട്. കാരണം കവിതയും പാട്ടും ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തോടും നമ്മുടെ ദൈനംദിന പരിപാടികളോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ. ഹെഡ് മാസ്റ്റർ C കലാധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഹെഡ് മാസ്റ്റർ P ജഗദീഷ് ആശംസാ പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കാവ്യാലാപനം, പ്രസംഗം, നാടൻപാട്ട്, സംഘഗാനം എന്നിവ അരങ്ങേറി. വിദ്യാരംഗം കൺവീനർ KP സുധീർ സ്വാഗതവും VK ശോഭ നന്ദിയും പറഞ്ഞു. P അലീമ, CM രഞ്ജിത്ത്, SS രമാനന്ദൻ, TK ലീന, KK മനോജ്, N സിന്ധു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് വടനംകുറിശി ആരഭിയിൽ കാവ്യധ്വനി സംഘടിപ്പിച്ചു. കവിതാ സായാഹ്നം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അജേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആരബി ഹാളിൽ നടന്ന
കവിതാ സായാഹ്നം വേറിട്ട അനുഭവമായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം അജേഷ് മാസ്റ്റർ സ്വന്തം കവിത അവതരിപ്പിച്ചായിരുന്നു കവിതാ സായാഹ്നം ഉദ്ഘാടനം ചെയ്തത്. പ്രദേശത്തെ വളർന്നുവരുന്ന എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും കവിതകൾ അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇടമൊരുക്കിയുമാണ് കാവ്യസന്ധ്യ കടന്നുപോയത്. ക്ലബ്ബ് അംഗങ്ങളായ പത്മശ്രീ ടീച്ചർ NR അനിൽകുമാർ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വേദി ധന്യമാക്കി. രഞ്ജിത്ത്, ദർശന, സനൂഷ, പ്രസാദ് വാര്യർ, PP വിജയൻ, അനീഷ്, PK അനിൽകുമാർ, CP രാമൻ, സുപ്രിയ എന്നിവർ കവിതകൾ ആലപിച്ചു. കവിതാവതരണങ്ങൾ എല്ലാം നിറകയ്യടിയോടെയാണ് ആസ്വാദകർ സ്വീകരിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ആരഭി ഗ്രന്ഥശാല സെക്രട്ടറി ഹരിദാസൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CP രാമൻ, പത്മശ്രീ ടീച്ചർ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സെന്റർ ഫോർ നീള സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ നീള വിചാരവേദി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. നീള വിചാരവേദി ഫൗണ്ടർ J നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കണ്ണൻ വാരിയാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. C രാജഗോപാൽ, J നന്ദകുമാർ, അക്കിത്തം നാരായണൻ, അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, വിപിൻ കൂടിയടുത്ത്, MC വത്സൻ എന്നിവർ സംസാരിച്ചു. നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട്, അതാണ് അതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം, ചുരുങ്ങിയ സമയം കൊണ്ട് ആ നിലയിലേക്ക് ഉയരാൻ വിചാരവേദിക്ക് കഴിഞ്ഞു. പിന്നീട് ആ ഒരു കാലപ്പാച്ചിലിൽ അന്ന് ഉയർന്ന പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ എന്ന് വിലയിരുത്തുക കൂടി ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. 15 വർഷം എന്നത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദീർഘമായ കാലയളവൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യ 3-4 വർഷങ്ങളിൽ നിന്നുള്ള വിചാരവേദി നേടിയ ആ വളർച്ച, ഉയർച്ച, ഉണർത്തിയ പ്രതീക്ഷ, അതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ 15 വർഷം വളരെ ദീർഘമായ ഒരു കാലയളവ് തന്നെയാണ്. പ്രശസ്ത എഴുത്തുകാർ ഉൾപ്പെടെ 72 പേരുടെ ഓർമ്മകൾ ഉൾപ്പെടുത്തിയ പാഠം 1 ഓർമ്മകളിലൂടെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തൃശൂർ എഴുത്തച്ഛൻ ഹാളിൽ നടന്നു. ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പ്, എഴുത്തുകാരനും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ സുധാകരൻ രാമന്തളിക്ക് ആദ്യ പ്രതി നൽകി പ്രകാശനം നിർവഹിച്ചു. എഡിറ്റർ ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹാകവി കുമാരനാശാന്റെ കൊച്ചുമകൻ ഡോക്ടർ P അരുൺകുമാർ, ഗസൽ ഗായിക ഐഷ റൂബി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഇവരെ കൂടാതെ അജിത കുന്നിക്കൽ, പെരുവനം കുട്ടന്മാരാർ, വിദ്യാധരൻ മാസ്റ്റർ, K രാധാകൃഷ്ണൻ, കൈതപ്പുറം തുടങ്ങിയ 14ഓളം പ്രമുഖർ എഴുതിയ പുസ്തകത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരു കൂട്ടം എഴുത്തുകാർ തങ്ങളുടെ സ്കൂൾ അനുഭവം പങ്കുവയ്ക്കുന്ന ഈ പുസ്തകത്തിൽ സെന്റ് ആന്റണീസ് LP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും യുവ എഴുത്തുകാരിയുമായ പ്രസിൽദ രാജീവ് എടപ്പാളിന്റെ രചനയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്കൂൾ ഓർമ്മകൾ കോർത്തിണക്കിയ മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ എത്ര എവിടെ ഏത് ഉയരത്തെത്തിയാലും നമ്മൾ പഠിച്ച ആ ആദ്യാക്ഷരം കുറിച്ച നമ്മുടെ മാതൃവിദ്യാലയം നമ്മളെപ്പോഴും ഓർമ്മിക്കണം കേട്ടാ. അപ്പൊ ടീച്ചർ, ഞാൻ ഇത്രയും വലുതായാലും നമുക്കിങ്ങനെ ഒരു പുസ്തകം എഴുതാൻ വന്നപ്പോ നമുക്കിപ്പോ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയെന്ന് പറഞ്ഞാൽ ഒരു പേജേ ഉള്ളൂ, പക്ഷെ നമുക്ക് എഴുതാൻ അതിൽ കൂടുതലുണ്ടാവും. പക്ഷെ അവര് ഓരോ നിബന്ധന വെച്ച കാരണം നമ്മൾ അത്രയും ചുരുക്കിയിട്ടാണ് എഴുതിയത്. പക്ഷെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ LP സ്കൂളാണ്. അല്ലാതെ നമ്മൾ പഠിച്ച ഹൈസ്കൂളോ അല്ലെങ്കിൽ കോളേജോ അതൊന്നും സ്കൂൾ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ നമ്മള് അതില് ഇത് തന്നെ പുസ്തകത്തിന്റെ പേരെന്നെ പാഠം പോകുന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് നമ്മുടെ സെന്റ് ആന്റണീസ് LP സ്കൂളാണ്. ഈ പുസ്തകം പ്രസിൽദ രാജീവ് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയതലത്തിൽ യോഗ ട്രെയിനറായ ആദിത്യൻ സത്യനാരായണൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വൃക്ഷാസനം, ത്രികോണാസനം, പൂർണ്ണ ഉഷ്ട്രാസനം, സൂര്യനമസ്കാരം തുടങ്ങിയ വിവിധ ആസനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കുട്ടികൾക്ക് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു ഇവ. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ യോഗാസനങ്ങൾ പരിചയപ്പെടുത്തിയതുകൊണ്ട് തന്നെ അവർക്കു നല്ലൊരു അനുഭവമായിരുന്നു ഈ ക്ലാസ്. സത്യനാരായണൻ പ്രിയ ദമ്പതികളുടെ മകനാണ് ആദിത്യൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയിൽ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം
എം പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ്, ശ്രീജ ഹരിദാസ്, ലൈബ്രറിയന്മാരായ ഗോവിന്ദൻകുട്ടി, CK റംല എന്നിവർ പങ്കെടുത്തു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ സ്വാഗതവും ട്രഷറർ MB ശങ്കരൻ നന്ദിയും പറഞ്ഞു. മണ്ണൂർ അഞ്ചുമൂർത്തി EK നായനാർ സാംസ്കാരിക നിലയം വായനശാലയിൽ വായനാ പക്ഷാചരണവും അനുമോദന സദസ്സും നടന്നു. SSLC +2 ജേതാക്കളെയാണ് അനുമോദിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ആ ഘട്ടത്തിലാണ് ഈ അടുത്ത കാലത്ത് രൂപീകരിച്ച ഏകദേശം 2 വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അഞ്ചുമൂർത്തി കേന്ദ്രീകരിച്ച് പ്രധാനമായും പ്രവർത്തിക്കുന്ന നമ്മുടെ വായനശാല ഇതിന്റെ ഉദ്ഘാടനവും വായനാ ദിനത്തിന്റെ ജൂൺ 19 വായനാ ദിനത്തിന്റെ ഉദ്ഘാടനവും അതോടനുബന്ധിച്ച് നമ്മുടെ പ്രദേശത്ത് SSLC +2 അതായത് ഉപരിപഠനത്തിന് അർഹത നേടിയ ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് AC രമേശ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ മണ്ണൂർ ശിവശങ്കരൻ മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം NS ബ്രിജേഷ്, KV കിഷോർ സ്വാമി, PK ഉണ്ണികൃഷ്ണൻ, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയൻ AR രജീഷ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ലക്കിടി BNS ഗ്രാമീൺ നിധിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ A+ നേടിയവരെയും ഡോക്ടറേറ്റ് നേടിയവരെയും ആദരിച്ചു. സദസ്സ് ഡോക്ടർ PK മാധവൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ രംഗം വേറെ ആയിരിക്കാം, അവരുടെ വിഷയങ്ങൾ വേറെയാണ്, അവർക്ക് വേറെ പല കാര്യങ്ങളുമുണ്ട്. അതിനിടയിൽ പലപ്പോഴും വിദ്യാഭ്യാസ കാര്യം വിസ്മരിക്കപ്പെടുന്ന ഒരവസ്ഥ തന്നെയുണ്ട്. അടുത്ത കാലഘട്ടം വരെ കേന്ദ്ര മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നില്ല. ഒരു MHRD സാമാന്യമായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള വിഭാഗം, അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം എന്ന മട്ടായി. ചെയർമാൻ NK മണികണ്ഠൻ അധ്യക്ഷനായി. ചടങ്ങിൽ ഡോക്ടറേറ്റ് നേടിയ മങ്കര സ്വദേശി ഡോക്ടർ രഞ്ജു മുഖ്യാതിഥിയായി. SSLC +2 A+ നേടിയവരെയും വിവിധ മേഖലകളിൽ വിജയികളായവരെയും ആദരിച്ചു. ഡോക്ടർ ശ്രുതി, വൃന്ദ R ഉണ്ണി, CK ശിവദാസ്, M സുരേഷ് ബാബു, AR രാജേഷ്, അഡ്വക്കേറ്റ് NV കേശവൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബേബി ഗിരിജ, PM മോനിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വിദ്യാഭ്യാസ സംരംഭമായ മീംസ് ഗ്രൂപ്പിന്റെ 3ാമത് ബ്രാഞ്ച് വാണിയംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം അജബാമഠം ആശ്രമത്തിന് എതിർവശത്താണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. കൊച്ചിയിലും പട്ടാമ്പിയിലും മിംസ് ഗ്രൂപ്പിന് നേരത്തെ ബ്രാഞ്ചുകളുണ്ട്. പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകളും ഹയർ സെക്കൻഡറി വിഭാഗം ക്ലാസുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, വാർഡ് മെമ്പർ സിന്ധു തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകനും ഗ്രാമപഞ്ചായത്ത് അംഗവും യോഗാധ്യാപകനുമായ രമേശ് കല്ലൂരിനെ മങ്കരയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ്, പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, ഷംസുദ്ദീൻ മങ്കുറുശി, ലീല ബാലകൃഷ്ണൻ, പഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ രാമചന്ദ്രൻ, സുരേഷ്, വിനോദ് കുമാർ, ചന്ദ്രിക ടീച്ചർ, അനിത, വെള്ളപ്പൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. MV രമേശ് മറുപടി പ്രസംഗം നടത്തി. മാറ്റുലി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ എന്തിൻ്റെ ദിശാസൂചികയാണ്? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. നിലമ്പൂരിലെ ഇലക്ഷൻ തികച്ചും പിണറായി സത്തിനെതിരെയുള്ള അതിശക്തമായ തിരിച്ചടിയാണ് കേരളത്തിലെ ജനം നൽകിയിട്ടുള്ളത്. അത് നിലമ്പൂരിലെ ജനങ്ങൾ കൃത്യമായിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജ് എല്ലായിടത്തുനിന്നും ഓടി നിലമ്പൂരിലെ ജനം കെട്ടുകെട്ടിച്ചു. അത്ര ഇതിന് പറയാനുള്ളൂ. പിണറായിസം തകരും. അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വലിയ വിജയം ഈ കേരള ജനത കാത്തിരിക്കുന്നു. ഫലം ജനങ്ങൾ UDFിനൊപ്പമാണെന്നും ഈ പിണറായിസത്തിനെതിരെയുമാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നിലമ്പൂരിലെ വിജയം 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സൂചിപ്പിക്കുന്ന ഒന്നായിട്ടാണ് എനിക്ക് പറയുന്നത്. അതായത് 2016 ശേഷമാണ് ഈ മണ്ഡലം ഇപ്പോൾ വീണ്ടും UDFിന്റെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ പൊതുവെ ഒരു രാഷ്ട്രീയം
രാഷ്ട്രീയത്തെ എടുത്തു പറയുകയാണെങ്കിൽ കോൺഗ്രസിന് ശക്തി കേന്ദ്രമായുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. എന്നാൽ LDF അത് വലിയ രീതിയിൽ തന്നെ ഇത്രയും വർഷം നിലനിർത്തി പോകുന്ന ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ PV അൻവർ ഫാക്ട് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഹരിയാണ ഷൗക്കത്ത് വലിയ രീതിയിൽ ഏകദേശം ഒരു 11,000-ലധികം വോട്ട് നേടി വിജയിച്ചു വരാൻ കഴിഞ്ഞു. ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ മാത്രമായിരിക്കും എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കേരളത്തിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും UDF-ന് ഒരു ശക്തി കിട്ടുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം കൂടുതൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. മാറ്റൊലി. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നെല്ലു സംഭരണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി GR അനിൽ. കർഷകരെ മുൾമുനയിൽ നിർത്തി ദ്രോഹിക്കുന്ന നയമാണ് ബാങ്കുകൾ സ്വീകരിക്കുന്നതെന്നും മന്ത്രി. നാഷണലൈസ്ഡ് ബാങ്കുകൾ മുഖേന കർഷകർക്ക് സംഭരണ വില നൽകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര ഏജൻസികൾ കർഷകദ്രോഹ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും GR അനിൽ. കുളപ്പുള്ളി അൽ അമീൻ ലോ കോളേജിൽ പെട്രോൾ കുപ്പിയുമായി വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ഭീഷണി. വൈസ് പ്രിൻസിപ്പലുടെ മുറിയിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് അവസാന വർഷ നിയമ വിദ്യാർത്ഥിനി. ഹോസ്റ്റൽ ഫീസ് വർധനയ്ക്കെതിരെ സമരം ചെയ്തെന്ന പേരിൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി പിൻവലിക്കാതെ ഭാവി നശിപ്പിക്കാനാണ് മാനേജ്മെന്റിന്റെ ശ്രമമെന്ന് പരാതി. വിദ്യാർത്ഥിനിയെ അനുനയിപ്പിച്ചത് പോലീസും ഫയർഫോഴ്സും റവന്യൂ അധികൃതരും ചേർന്ന്. സസ്പെൻഷൻ വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് മാനേജ്മെന്റ് കേൾക്കാൻ തയ്യാറാകണമെന്ന് പോലീസിന്റെ നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം വൻ ആഘോഷമാക്കി UDF. പാലക്കാട്ടും തൃശൂരും ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും. വ്യാജ പ്രചരണങ്ങൾക്കും കപട വാഗ്ദാനങ്ങൾക്കും ഏറ്റ തിരിച്ചടിയെന്ന് UDF നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രിക്കും വെറുക്കപ്പെട്ട സർക്കാരിനുമുള്ള ജനങ്ങളുടെ താക്കീതെന്നും UDF. വിദ്യാർത്ഥികളെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രാപ്തരാക്കണമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ വിദ്യാഭ്യാസ രീതിയിലും തൊഴിലിന്റെ സ്വഭാവത്തിലും വന്ന മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കുട്ടികൾക്ക് കഴിയണം. മുണ്ടൂരിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന സമ്മേളനവും ആയുർവേദ ഡിസ്പെൻസറി ശതാബ്ദി ആഘോഷ സമാപനം. കോഴിക്കോട് പാലക്കാട് എക്സ്പ്രസ് ട്രെയിനിന് ഒറ്റപ്പാലത്ത് സ്വീകരണമൊരുക്കിയത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി. പാലക്കാട് എറണാകുളം മെമു ട്രെയിനിൽ യാത്രാ ദുഷ്കരം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം നിന്ന് യാത്ര ചെയ്യേണ്ട അവസ്ഥയെന്ന് പരാതി. ട്രെയിനിൽ കമ്പാർട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം. ഷൊർണൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 2.5 കിലോയോളം കഞ്ചാവുമായി കുളപ്പുള്ളി സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ആലിൻചുവട് പഴംകളത്തിങ്കൽ മുഹമ്മദ് മുസ്തഫ. വടനംകുറിശ്ശിയിൽ 2018 നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് കരുനാഗപ്പള്ളി സ്വദേശിയായ പിടികിട്ടാപ്പുള്ളി ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. ആവേശമായി അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷം. പാലക്കാട്ട് ദീപശിഖ റാലിയിൽ അണിനിരന്നത് കായിക താരങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.